റോബിൻ ഫ്രാൻസിസ്. പ്രിയരെ, ഈ സിനിമ സാധ്യമായത് അബാം എന്ന് പറയുന്ന നിർമ്മാതാവ് ഉള്ളതുകൊണ്ടാണ്. ആ സിനിമയുടെ നിർമ്മാതാവും ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഷീലുവാണ് ഇവിടെ ഉള്ളത്. ഷീലു 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുക. കാരണം സധൈര്യം എന്തും തുറന്നു പറയാൻ ശക്തിയുള്ള സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന, ഞങ്ങളുടെ അഭിമാനമായ ഏകദേശം 15ഓളം സിനിമകൾ കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിന് പരിചയപ്പെടുത്തിയ ഷീലു. എല്ലാവർക്കും നമസ്കാരം. ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ലോ കോളേജിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും റഹ്മാനിക്ക ഇപ്പം നിങ്ങളുടെ മുന്നിലൂടെ ഇരിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുന്നു. ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണോ എന്ന് ചോദിച്ചാൽ പൈസ മുടക്കുന്നതിൻ്റെ ഭർത്താവ് കേട്ടോ, അദ്ദേഹം അവിടെ നിൽപ്പുണ്ട്. അപ്പം ഒരു നല്ല കൈയടി കൊടുക്കാം അല്ലേ? അപ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ഞങ്ങളുടെ ചിത്രം തിയേറ്ററിൽ എത്തുവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഉത്സവമായിരിക്കും, ഒരു അത്തപ്പൂക്കളം തന്നെയായിരിക്കും ഈ സിനിമയിൽ. റൊമാൻസും കോമഡിയും ആക്ഷനും ഫണ്ണും എന്നാൽ കുറച്ചൊക്കെ ഇമോഷൻസും നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. വീണ്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ താങ്ക് യു സോ മച്ച്. ആൻസൺ പോൾ എത്തിയിട്ടുണ്ട്. ബ്രാഹ്മിന്റെ സന്തതികൾ മമ്മൂക്കയുടെ സ്വന്തം സഹോദരനായിട്ട് അഭിനയിച്ചു. ആടിലെ വില്ലനായിരുന്നു. ഇതില് പൊളിക്കാണ്. ബാഡ് ബോയ്സിലെ 4 പേരിൽ ഒരാളാണ്. 3 പേര്, 2 പേര് ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ കൂടി വന്നപ്പോ കംപ്ലീറ്റ് ആയി, ഫില്ലായി. അപ്പൊ ഇനി ആരാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്? അല്ല, സംസാരിക്കാൻ റഹ്മാനിക്കാനായിരിക്കുമല്ലോ വിളിക്കുന്നത്. റഹ്മാനക്ക വിളിക്കാൻ മുമ്പ് സെന്തിൽ ഒരു കാര്യം എന്തോ പാട്ട് പാടണം പറഞ്ഞൂടെ? റഹ്മാനക്കാക്ക് ഒരു പാട്ട് പാടണം. ഞാൻ പറഞ്ഞല്ലേ കൊണ്ട് പഠിപ്പിക്കുന്ന. നമുക്ക് റഹ്മാനിക്കയുടെ ഒരു റൊമാൻറ്റിക് പാട്ടായാലോ? അതല്ല, നിറമുള്ള കിനാവിൻ ഏവുവള്ളമോ നീ അലമാലകൾ പുൽകും കായൽ മാറിലൂടെ പൂപ്പാടങ്ങൾ തേടും 2 പൂമ്പാറ്റകളായി നീർത്താമരത്താളിൽ പനി നീർത്തുള്ളികളായി കുളിരിന്റെ കുമ്പിളിൽ ഇനിയും വസന്തമായി പൂത്തുലഞ്ഞ ശിശിരം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. ഇനി അദ്ദേഹത്തിന്റെ അടിച്ചുപൊളി പാട്ട് നീ കൂടെ. അത് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്. നിങ്ങൾ പാടിയിരിക്കും. 1 2 3 സ്റ്റാർട്ട്. ഒരു മിനിറ്റ് മോളെ, പാടിയത് ഇവനാണ്. ഇവനൊരു പൂ കൊടുക്ക്. എത്ര സുന്ദരിമാരുള്ളതാ. ഒരു പൂ എനിക്ക് തന്നൂടെ? അപ്പൊ റഹ്മാനിയുടെ അടിച്ചോളി പാട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വരികളാണ്, നിങ്ങൾ പാടണം. റെഡി? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ